ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്ന വരാൻ പോകുന്ന പരീക്ഷകളായ LGS, LDC മുതലായ പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള 25 കറണ്ട് അഫേഴ്സിൻ്റെ ക്ലാസ്സാണ് ഇന്നത്തേത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. 2023 ഓഗസ്റ്റിൽ അന്തരിച്ച മുൻ സ്പീക്കർ വക്കം പുരുഷോത്തമൻ ഏത് വടക്കു കിഴക്കൻ സംസ്ഥാനത്താണ് ഗവർണറായി പ്രവർത്തിച്ചിട്ടുള്ളത്? 2023 ഓഗസ്റ്റിൽ അന്തരിച്ച മുൻ സ്പീക്കർ വക്കം പുരുഷോത്തമൻ ഏതു വടക്കുകിഴക്കൻ സംസ്ഥാനത്താണ് ഗവർണറായി പ്രവർത്തിച്ചിട്ടുള്ളത്? മിസോറാമിലാണ് 2023 ഓഗസ്റ്റിൽ അന്തരിച്ച മുൻ സ്പീക്കർ വക്കം പുരുഷോത്തമൻ ഗവർണറായി പ്രവർത്തിച്ചിട്ടുള്ളത്. ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ഏതു ഭാഗത്താണ് ലാൻഡ് ചെയ്തത്? ചന്ദ്രന്റെ ഏതു ഭാഗത്താണ് ലാൻഡ് ചെയ്തത്? ദക്ഷിണ ധ്രുവത്തിൽ. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലാണ് ചന്ദ്രയാൻ 3 ലാൻഡ് ചെയ്തത്. ചെസ് ചരിത്രത്തിൽ 2750 റേറ്റിംഗ് കടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായ ഡി ഗുഗേഷ് ഏത് സംസ്ഥാനക്കാരനാണ്? ചെസ് ചരിത്രത്തിൽ 2750 റേറ്റിംഗ് കടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായ ഡി ഗുഗേഷ് ഏത് സംസ്ഥാനക്കാരനാണ്? തമിഴ്നാട്. വിദേശത്ത് ജോലിക്ക് പോകുന്നവർക്ക് 2 ലക്ഷം രൂപ ധനസഹായം ചെയ്യുന്ന കേരള സർക്കാർ പദ്ധതി. വിദേശത്ത് ജോലിക്ക് പോകുന്നവർക്ക് 2 ലക്ഷം രൂപ ധനസഹായം ചെയ്യുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ശുഭയാത്ര. ശുഭയാത്രയാണ് വിദേശത്ത് ജോലിക്ക് പോകുന്നവർക്ക് 2 ലക്ഷം രൂപ ധനസഹായം ചെയ്യുന്ന കേരള സർക്കാർ പദ്ധതി. മിന്നുമണി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് മിന്നുമണി. സംസ്ഥാനത്തെ 700 ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ ഈ വർഷം മുതൽ ഒരേ സിലബസ് നടപ്പാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം? സംസ്ഥാനത്തെ 700 ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ ഈ വർഷം മുതൽ ഒരേ സിലബസ് നടപ്പാക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് തമിഴ്നാട്. അടുത്തിടെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് നഴ്സിംഗ് മേഖലയിൽ സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം? സംസ്ഥാനം ഏതാണ്? കേരളമാണ് അടുത്തിടെ ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗത്തിന് നഴ്സിംഗ് മേഖലയിൽ സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം. അടുത്തിടെ ഇന്ത്യൻ പൗരത്വം തിരികെ ലഭിച്ച ബോളിവുഡ് ചലച്ചിത്ര നടനായ അക്ഷയ് കുമാർ ഏത് രാജ്യത്തിൻ്റെ പൗരത്വമാണ് സ്വീകരിച്ചിരുന്നത്? അടുത്തിടെ ഇന്ത്യൻ പൗരത്വം തിരികെ ലഭിച്ച ബോളിവുഡ് ചലച്ചിത്ര നടനായ അക്ഷയ് കുമാർ ഏത് രാജ്യത്തിൻ്റെ പൗരത്വമാണ് സ്വീകരിച്ചിരുന്നത്? കാനഡയുടെ പൗരത്വമാണ് അടുത്തിടെ ഇന്ത്യൻ പൗരത്വം തിരികെ ലഭിച്ച ബോളിവുഡ് ചലച്ചിത്ര നടനായ അക്ഷയ് കുമാർ സ്വീകരിച്ചിരുന്നത്. ഇന്ത്യയുടെ AI തലസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഹൈദരാബാദിനെയാണ് ഇന്ത്യയുടെ AI തലസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത്. മണിപ്പൂർ കലാപ അന്വേഷണത്തിന് സുപ്രീം കോടതി നിയോഗിച്ച 3 അംഗ വനിതാ സംഘത്തിൽ ഉൾപ്പെട്ട മലയാളി? മണിപ്പൂർ കലാപ അന്വേഷണത്തിന് സുപ്രീം കോടതി നിയോഗിച്ച 3 അംഗ വനിതാ സംഘത്തിൽ ഉൾപ്പെട്ട മലയാളിയാണ് ആശാ മേനോനാണ് മണിപ്പൂർ കലാപ അന്വേഷണത്തിന് സുപ്രീം കോടതി നിയോഗിച്ച 3 അംഗ വനിതാ സംഘത്തിൽ ഉൾപ്പെട്ട മലയാളി. ഇന്ത്യയിലെ ആദ്യത്തെ 3D പ്രിന്റഡ് പോസ്റ്റ് ഓഫീസ് കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവ് ഉദ്ഘാടനം ചെയ്തത് എവിടെ? ഇന്ത്യയിലെ ആദ്യത്തെ 3D പ്രിന്റഡ് പോസ്റ്റ് ഓഫീസ് കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവ് ഉദ്ഘാടനം ചെയ്തത് എവിടെ? ബംഗളൂരുവിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ 3D പ്രിന്റഡ് പോസ്റ്റ് ഓഫീസ് കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവ് ഉദ്ഘാടനം ചെയ്തത്. ഇന്ത്യയിലെ 54ാമത് ടൈഗർ റിസർവ് ആയ ധോൽപൂർ കരൗലി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഇന്ത്യയിലെ 54ാമത് ടൈഗർ റിസർവായ ധോൽപൂർ കരൗലി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് മധ്യപ്രദേശിലാണ് ഇന്ത്യയുടെ 54ാമത് ടൈഗർ റിസർവായ ധോൽപൂർ കരൗലി സ്ഥിതി ചെയ്യുന്നത്. ആരുടെ പൂർണ്ണകായ പ്രതിമയാണ് 2023 ജൂലൈയിൽ ബ്രിട്ടനിലെ വിംബിൾഡണിൽ അനാച്ഛാദനം ചെയ്തത്? ആരുടെ പൂർണ്ണകായ പ്രതിമയാണ് 2023 ജൂലൈയിൽ ബ്രിട്ടനിലെ വിംബിൾഡണിൽ അനാച്ഛാദനം ചെയ്തത്? സിസ്റ്റർ നിവേദിതയുടെ പൂർണ്ണകായ പ്രതിമയാണ് 2023 ജൂലൈയിൽ ബ്രിട്ടനിലെ വിംബിൾഡണിൽ അനാച്ഛാദനം ചെയ്തത്. രാജ്യത്ത് ആദ്യമായി കുട്ടികൾക്ക് വേണ്ടി ഡി അഡിക്ഷൻ സെന്ററുകൾ ആരംഭിക്കുന്ന പോലീസ് സേനയാണ് കേരള പോലീസ്. 2023 ഏത് വർഷമായാണ് UN ആഘോഷിച്ചത്? 2023 ഏത് വർഷമായാണ് UN ആഘോഷിച്ചത്? ചെറുധാന്യ വർഷമായിട്ടാണ് 2023 UN ആഘോഷിച്ചത്. എ വോക്ക് അപ്പ് ദ ഹിൽ ലിവിംഗ് വിത്ത് നേച്ചർ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് മാധവ് ഗാഡ്ഗിലിൻ്റെ പുസ്തകമാണ് എ വോക്ക് അപ്പ് ദ ഹിൽ ലിവിംഗ് വിത്ത് നേച്ചർ. KR മീരയുടെ ഘാതകൻ എന്ന പുസ്തകം അസാസിൻ എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത്? KR മീരയുടെ ഘാതകൻ എന്ന പുസ്തകം അസാസിൻ എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത്
ജെ ദേവിക. ജെ ദേവികയാണ് KR മീരയുടെ ഘാതകൻ എന്ന പുസ്തകം അസാസിൻ എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത്. ആരുടെ ആത്മകഥയാണ് കനൽ വഴികളിലൂടെ? ആരുടെ ആത്മകഥയാണ് കനൽ വഴികളിലൂടെ? സി ദിവാകരൻ. സി ദിവാകരൻ്റെ ആത്മകഥയാണ് കനൽ വഴികളിലൂടെ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിനെ ആസ്പദമാക്കിയിട്ടുള്ളതാണ് പുതിയ ലോകസഭാ ചേംബർ? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിനെ ആസ്പദമാക്കിയിട്ടുള്ളതാണ് പുതിയ ലോകസഭാ ചേംബർ? മയിൽ. മയിലിനെ ആസ്പദമാക്കിയിട്ടുള്ളതാണ് പുതിയ ലോകസഭാ ചേംബർ. 2023 ജൂണിൽ ബാലസോർ ട്രെയിൻ അപകടം നടന്ന സംസ്ഥാനം. 2023 ജൂണിൽ ബാലസോർ ട്രെയിൻ അപകടം നടന്ന സംസ്ഥാനമാണ് ഒഡീഷ. ഒഡീഷയിലാണ് 2023 ജൂണിൽ ബാലസോർ ട്രെയിൻ അപകടം നടന്നത്. വിളർച്ച വിമുക്ത കേരളത്തിനായി ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതി. വിളർച്ച വിമുക്ത കേരളത്തിനായി ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് വിവാ കേരളം. വിവാ കേരളമാണ് വിളർച്ച വിമുക്ത കേരളത്തിനായി ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതി. പോളവാരം ജലസേചന പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം. പോളവാരം ജലസേചന പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിലാണ് പോളവാരം ജലസേചന പദ്ധതി നിലവിൽ വരുന്നത്. ഇന്ത്യയുടെ ജൻ ഔഷധി പദ്ധതിയുടെ ഭാഗമാവുന്ന ആദ്യ വിദേശ രാജ്യം. ഇന്ത്യയുടെ ജൻ ഔഷധി പദ്ധതിയുടെ ഭാഗമാവുന്ന ആദ്യ വിദേശ രാജ്യമാണ് മൗറീഷ്യസ്. മൗറീഷ്യസ് ആണ് ഇന്ത്യയുടെ ജൻ ഔഷധി പദ്ധതിയുടെ ഭാഗമാവുന്ന ആദ്യ വിദേശ രാജ്യം. 2023 സാമ്പത്തിക നൊബേൽ ലഭിച്ചത്. 2023 സാമ്പത്തിക നൊബേൽ ലഭിച്ചത് ക്ലോഡിയ ഗോൾഡിൻ. അമേരിക്കയുടെ ക്ലോഡിയ ഗോൾഡിനാണ് 2023 സാമ്പത്തിക നൊബേൽ ലഭിച്ചത്. നിലവിലെ കർണാടക മുഖ്യമന്ത്രി. നിലവിലെ കർണാടക മുഖ്യമന്ത്രിയാണ് സിദ്ധരാമയ്യ. സിദ്ധരാമയ്യാണ് നിലവിലെ കർണാടക മുഖ്യമന്ത്രി. അപ്പോൾ ഇന്നത്തെ 25 ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2024 പരീക്ഷകളിൽ PSC ചോദിച്ചിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ നേരത്തെ PSC ഏതൊക്കെ മേഖലയിൽ നിന്നാണ് കറണ്ട് അഫേഴ്സിൽ നിന്ന് ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ മേഖലയ്ക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് നൽകി പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്